ഹലോ ഹായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ. 2 പ്രാവശ്യം നമ്മൾ ട്രിപ്പൊക്കെ പോയി. പിന്നെ എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു, ക്ലാസ് കോളേജ്. അപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ പിടിച്ച് കുറേ ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പെൻഡിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടിയില്ല വ്ളോഗൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചെയ്തിരുന്നു 2-3 ഉണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു മടി കൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടുള്ള സാധനം കൊണ്ട് ഇട്ടതുമില്ല. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പോകണമെന്ന്. എനിക്ക് ഫൈനൽ പ്രോജക്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് തോട്ട് ഇന്ന് ഞാൻ കോട്ടയ്ക്ക് പോവാണ്. മലപ്പുറം കോട്ടയ്ക്കിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം എന്ന് കരുതി, ഒരു ഫ്രീ ആയിട്ട് അങ്ങനെ ചില്ലായിട്ട് പോവാലോ എന്ന് കരുതി ചെയ്യാം. അതാണ് ഇന്നത്തെ എൻ്റെ ബ്രഞ്ച്. എണീക്കാൻ വൈകിപ്പോയി. അപ്പോൾ സേമിയ ഉപ്മാവ്, ക്യാരറ്റ് ഉപ്പേരി, തൈര്, ഇങ്ങനെയുള്ള ചില പ്രത്യേക കോംബോകൾ കഴിക്കുന്നവർ ആണോ നിങ്ങൾ എങ്കിൽ കമൻറ്റ് ബിലോ. എനിക്കിഷ്ടമാണ്. അരി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അരി കൊണ്ടുവരാമല്ലോ. അപ്പോൾ പിന്നെ ഇതാണ്ട് വെച്ചിട്ട് പിന്നെ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഹെൽത്തി ആയിരിക്കട്ടെ. ഇനിയിപ്പോൾ വയസ്സൊക്കെ കൂടല്ലേ, അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ സേമിയയും, സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം, സേമിയയും ക്യാരറ്റും തൈരും കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോഴത്തെ 4 മണിയായി. ഞാൻ ഇന്ന് ക്ലാസ്സിന് പോയില്ല. ഞാൻ കള്ളത്തരം കാട്ടി. ഇന്നെന്തോ എനിക്ക് ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ ഒരുപാട് വൈകിപ്പോയി. സോ പോയില്ല. ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അല്ലേ, നമ്മൾ ലാസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മളങ്ങനെ കോളേജിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്രിവിലേജസ് ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ കഴിക്കത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യണം. കുറേ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടോ അതെല്ലാം തിരിച്ച് കൊണ്ടുപോകണം. അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല. നല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് സാധനമൊന്നും തരത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. പാക്ക് ചെയ്യണം. പിന്നെ റൂമെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ വരുമ്പോൾ ഭാർഗവി നിലയം പോലെ നിങ്ങളുടെ വീട് ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ബ്രഞ്ച് കഴിക്കട്ടെ. ഇത് ബ്രഞ്ചല്ല, ഈവനിങ് പ്ലസ് ലഞ്ച് പ്ലസ് ബ്രഞ്ച്. എന്തത് ബ്രലഞ്ച് എനിക്കറിഞ്ഞൂടാ, കമൻറ്റ് ബിലോ. ഓക്കെ, എന്തൊരു സാധനം. അപ്പോൾ അത് കഴിക്കാം. നാല് മണിക്ക് തുടങ്ങിയ ഫുഡ് കഴിക്കുക, 5 മണിയായി. 1 മണിക്കൂർ ലേറ്റായി. ഇപ്പോൾ പ്ലേറ്റ് ഉണങ്ങിപ്പോയി. മുമ്പ് ഞാൻ പെട്ടെന്ന് ഫുഡ് സ്പീഡിൽ കഴിക്കുന്നു. പക്ഷേ പിന്നെ ഞാൻ സ്ലോലി ട്രൈ. എന്താ അറിയില്ല, ഫുഡ് കഴിച്ചിരുന്നാൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഡൈവേർട്ടാണ് പെട്ടെന്ന്. വിചാരിച്ച പോലെ ആയില്ല. സമയം പെട്ടെന്ന് പോയി. ഇനി ഹാർഡ്ലി നമുക്ക് 2-2.5 മണിക്കൂറേ ഉള്ളൂ. കാരണം ഇനി പാക്ക് ചെയ്യാനെല്ലാം ഉണ്ടല്ലോ. സോ ഞാനത് നോക്കണം. നമ്മൾ പാക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാഗ് എടുക്കാം. ഇതാണ് എൻ്റെ ടൂറിസ്റ്റ് ബാഗ്. ഞാനിത് ഇവിടെ സേഫായി വെച്ചേക്കാം. ഒക്കേഷണലി മാത്രമല്ല ആവശ്യമുള്ളൂ. സോ പാക്ക് ചെയ്യട്ടെ. സമയമില്ല. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. കണ്ടോ, ഇത്രയും സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഈ ചുരിദാറൊക്കെ ഞാൻ ആക്ച്വലി ഇടാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. പക്ഷേ മുടി ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാ ഡ്രസ്സും എനിക്ക് സ്യൂട്ടായി വരില്ല. അപ്പോൾ ഞാനത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാം മടക്കി വയ്ക്കട്ടെ. മടക്കി വയ്ക്കുക എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പക്ഷേ ഇവിടെ വേറെ ആരുമില്ലല്ലോ ചെയ്യാൻ. വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അമ്മയ്ക്ക് കൊണ്ട് ചെയ്യിക്കുന്നു. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്കാരും ഇല്ലല്ലോ. അയ്യോ, ആർക്കെങ്കിലും ഇങ്ങനെ ഡൗട്ട് വന്നവരുണ്ടോ? നമ്മളിപ്പോൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോകേണ്ട ദിവസമാകുമ്പോൾ ഇന്ന് ആ ദിവസം തന്നെ ആണോ എന്ന് ആലോചിച്ചിട്ടൊരു ടെൻഷൻ. ഞാനിപ്പോൾ അതിങ്ങനെ ആലോചിക്കുന്ന സാധനം വയ്ക്കുമ്പോൾ തിങ്കളാഴ്ച തന്നെ ആണോ, 23 തന്നെ ആണോ ആലോചിക്കുന്നു. ഡ്രസ്സ് ശശിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണൊരു സുഖമുണ്ട്. ഇതാണ് എൻ്റെ അമ്മയുടെ സാമ്രാജ്യം, എൻ്റെ അമ്മയുടെ ആദായം. ഇത് ഞാൻ കൊണ്ട് ചെന്നില്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കയറ്റും. പക്ഷെ അത്ര തരില്ല. കൊണ്ടുപോകാം. ഇത്ര ഉള്ളോ സംശയം. ഇതെല്ലാം കൂടെ ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് അവിടെ കണ്ടില്ല. കൊണ്ടുപോയേക്കാം. ഇത് എൻ്റെ അമ്മയുടെ കുടം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നു.
ഇപ്പം അമ്മയുടെ കൊണ്ടാൻ പോകണം. പിന്നെന്താ ഫുഡ് കൈ പിടിക്കാം. ആ പോകുമ്പോഴുള്ള ടാങ്ക് ഇത്രേ ഉള്ളൂ. ഈ ബുക്ക് ഇതെൻ്റെ ജേണൽ. ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് നമ്മളൊരു ട്രിപ്പിന് സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന്. കണ്ടോ, ഈ ലിസ്റ്റ് അനുസരിച്ച് ഞാൻ സാധനം വെച്ചിട്ടുള്ളത്. പാർസൽ ബോക്സ്, ഫുഡ്, ടിക്ക്, ഡ്രസ്സ്, 2 പേര്, ഒരു പൊട്ടി ചെരുപ്പുണ്ട്, അതെടുക്കട്ടെ. ഇതെൻ്റെ ഫേവറേറ്റ് ചെരുപ്പാണ്. ഇത് പൊട്ടി, ഇത് തുന്നിക്കാൻ പറ്റുകയാണെങ്കിൽ തുന്നിക്കണം. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഭയങ്കര കംഫർട്ടായിട്ട് കുറേ കാലത്തിന് ശേഷം വാങ്ങിയ ചെരുപ്പായിരുന്നു. നൈസായിരുന്നു. തുന്നിക്കാൻ പറ്റുമെങ്കിൽ തുന്നിക്കണം. പിന്നെന്താ, ഓപ്പൺ ചപ്പൽ, സ്കിൻ കെയർ, ഹെയർ കെയർ ലാസ്റ്റ് എടുത്ത് വയ്ക്കണം. ലാപ്ടോപ്പ്, യെസ് ലാപ്ടോപ്പ് എടുക്കാണ്ട് പിന്നെ ഇട്ടിട്ട് പോകും. ഞാൻ പല്ലിൽ കമ്പിയിടാറുണ്ട്. ഞാൻ പല്ലിൽ കമ്പിയിട്ടുണ്ടായിരുന്നു 2 കൊല്ലം മുന്നേ. അപ്പോൾ ഇപ്പോഴും ഞാൻ അതിൻ്റെ റിട്ടേണർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എടുക്കണം. റിട്ടേണർ എടുക്കണം. അത് പോകുമ്പോൾ ഇട്ട് പോകും. ഞാൻ ഫുഡ് കഴിച്ച് പല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബസ് കയറാൻ കഴിക്കില്ല. പല്ല് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയാകുമ്പോഴുള്ള ശീലം. പല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല. അപ്പോൾ അതെടുക്കണം. ബുക്ക് അതോ വീട്ടിൽ ബോർഡടിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാമോ? എടുക്കണോ? ബോർഡടിക്കാൻ സമയം ഉണ്ടാവില്ല. ഹെയർ മാസ്ക്, ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഹാവ് curly hair, this is really important. It's much needed product. ബസ് കിടന്നുറങ്ങുമ്പോഴെന്താ എന്താ വേറൊന്നുമില്ല. ഇപ്പം സമയം എത്ര അറിയോ? 5:10 മിനിറ്റോടെ ഞാൻ എൻ്റെ പാക്കിംഗ് എല്ലാം തീർത്തു. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇനി എന്താ ഉള്ളത്? 1.5 നമ്മൾ റൗണ്ട് ഓടിക്കണം. ഇനി നമുക്ക് എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. 2 ആഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ വീട് ഒരിക്കലും ഭാർഗവി നിലയം പോലെ ആവരുത്. അതിനു വേണ്ടി അനിവാര്യമായ മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. ലോണ്ട്രി എടുത്ത് വെക്കണം. അല്ലെങ്കിൽ ഇനി 5 മണിയായാലും അതിന് എന്തായാലും വെയിലൊന്നും വരത്തില്ല. അപ്പോൾ ഇതുണ്ടോ ബാക്കിൽ ഇവിടെ ഒരു പൂരം നടന്നുകൊണ്ടിരിക്കുക. നാട്ടിലെ ഒരു മേള പോലെ. അതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മേള. ഫസ്റ്റ് ഡേയും ഇന്നലെ ഞാൻ പോയിരുന്നു. മറ്റേ തോണി പോലത്തെ സാധനമില്ലേ, അതിന് പേരെനിക്ക് അറിയാൻ പാടില്ല. അതിൽ കയറുന്ന ഭയങ്കര ഫെന്നായിരുന്നു. എൻജോയ് ചെയ്തു. ക്ലോത്ത്സ് ഇത് മടക്കി ഒതുക്കി വെക്കണം. കുളിച്ച് ഫ്രഷായി റെഡിയായി വന്നു. ഇനി മുഖം ഒരുങ്ങാനൊന്നുമില്ല. ഞാൻ അങ്ങനെ പൊതുവേ ഇപ്പോൾ രാത്രി ജേണിയൊക്കെ ആകുമ്പോൾ സെറം, മോയ്സ്ചറൈസർ, ലിപ് ബാം മാത്രമേ ഇടാറുള്ളൂ. ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇട്ടിട്ടില്ല. ഞാൻ നിർത്തി ആക്ച്വലി ലിപ്സ്റ്റിക്ക് ഇടല്. എനിക്ക് അതിൻ്റെ അത്രയെല്ലാം അങ്ങോട്ട് പോയി കിട്ടി. ഇപ്പം ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൂമെല്ലാം അറേഞ്ച് ചെയ്തു, എല്ലാം പാക്ക് ചെയ്തു, എല്ലാം സെറ്റാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇനി ഇറങ്ങണം. അതെ, ഇവിടുന്ന് ഒരു 7:30 ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് പറയുമ്പോൾ ആ സമയത്ത് എത്തും. പിന്നെ 9:10 ബസ് എന്തായാലും വരുമ്പോൾ 9:30 ആവും. നമ്മൾ പുലർച്ചെ പോയി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇനി ഉപ്പുമാവ് കഴിക്കണം. ഉപ്പുമാവിനെ ഉച്ചയ്ക്കത്തെ ഉപ്പുമാവിനെ കഴിക്കണം. അപ്പോൾ ഓക്കെ, ഇറങ്ങുമ്പോൾ കാണാം കേട്ടോ. ചെറുതായിട്ടും ലേറ്റ് ആയിട്ടുണ്ട്. 7 മണിയായിപ്പോൾ. പെട്ടെന്ന് റെഡി ചെയ്യാൻ പറ്റും. അയ്യോ, ഫുഡ് കഴിച്ചപ്പോൾ ലേറ്റായിപ്പോയി കുറച്ച് സെറം ഓർഡിനറിയുടെ ഞാൻ പൊതുവെ എവിടെ കാണുന്നുണ്ടോ അതെവിടെയാണ് ഡെർമാക്കോ യൂസ് ചെയ്യാറ്. പക്ഷേ ഉച്ചക്കൊന്ന് ലേറ്റായി പോയി. പെട്ടെന്ന് റെഡി ചെയ്യണം. 7 മണിയായി. 7 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങണം. അപ്പോൾ വലിയ സംഭവം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. തീരും 5 മിനിറ്റ് മതി റെഡിയാവും. പക്ഷേ ഹെയറാണ് നോക്കാൻ പ്രശ്നം. ഇന്നത്തെ ഹെയർ ചുമ്മായിട്ട് പോയാൽ മതി. പക്ഷേ ഇത് പറഞ്ഞാൽ ഒത്തിരി തിന്നില്ലെങ്കിൽ പിന്നെ ഒരു ഉണ്ടാവില്ല. അങ്ങനെ നല്ല നോയ്സ് ഉണ്ടാകും അല്ലേ. എനിക്ക് ആ ബീഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട്, എൻ്റെ ബെഡിൽ കിട്ടുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ അത് കഴുത്തിലൂടെ അപ്ലൈ ചെയ്യണം. ഞാൻ ചെയ്യാറുണ്ട്. ഇത് അബ്സോർബ് ആവാനുള്ള ടൈം ഉണ്ടാവും എനിക്ക് അറിയൂല. ലേറ്റ് വേണ്ട ടൈമാണല്ലോ. മൊബൈൽ അബ്സോർബ് ആവാൻ ടൈം ഉണ്ടാവും എനിക്കറിയില്ല. കാരണം പോകണം.
മോയ്സ്ചറൈസർ. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് പോൺസ്. ഇപ്പോൾ ഇത് ഭയങ്കര ഒരു ട്രെൻഡല്ല, ഭയങ്കര മോസ്റ്റ് കോമൺ ആയി ഈ സാധനം. അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതൽ വരാൻ ഇതൊക്കെ ഇപ്പോൾ എടുത്തത്. ഞാൻ ഇത് 2001 തൊട്ടിട്ട് യൂസ് ചെയ്യുന്നു. 2022 അയ്യോ എൻ്റെ ലിപ്പാമ എന്താറിയോ, വാസ്ലിൻ. എനിക്ക് ലിപ്പിന് ഒരു അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ലിപ്പാമ ടിൻറ്റഡും ഒക്കെ ഫ്രേഗ്രൻസ് ഫ്രീ ഒക്കെ ഉള്ള സാധനങ്ങൾ ഡോക്ടർ വിടാൻ പറഞ്ഞപ്പോൾ എന്നോട് വാസ്ലിൻ കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഭയങ്കരമായിട്ട് കംഫർട്ട്. എന്നെ പറയുന്നത് എനിക്ക് ഒരുപാട് ലിപ് ബാംസ് യൂസ് ചെയ്തിട്ടുണ്ട്. മിനിമലിസ്റ്റ് ആയിക്കോട്ടെ, ഡേറ്റ് ആയിക്കോട്ടെ, നിവ്യ ആയിക്കോട്ടെ, എന്താ പറയുക, കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെർമാക്കോ ആയിക്കോട്ടെ. പക്ഷെ അതിലെല്ലാം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് അത് വാസ്ലിൻ. പക്ഷേ വാസ്ലിൻ എല്ലാവർക്കും സെറ്റായി പോകണമെന്നില്ല, കാരണം അത് അങ്ങനെയാണ്. വാസ്ലിൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സെറ്റ് ആവാറില്ല. ഹെയർ സെറം വെച്ചിട്ട് ഇതാക്കാം. ഇപ്പോൾ ക്രീമൊന്നും അപ്ലൈ ചെയ്യാൻ ടൈമില്ല. ആവില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരു സെറം. നല്ല ഭയങ്കര ക്ലാസി സ്മെല്ലാണ്. പിന്നെ കണ്ടോ വ്യത്യാസമുണ്ട്. ഈ സൈഡ് അപ്ലൈ ചെയ്തിട്ടില്ല, ഭയങ്കര ഹോളിയായിട്ട് കിട്ടും. പിന്നെ ഒരു മോയ്സ്റ്റ് ഫീൽ ചെയ്യും നമുക്ക്. ഇപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണത്. ഈ മുടികളൊക്കെ ഇവിടെ ആവട്ടെ. ആക്ച്വലി ഞാനിപ്പോൾ മറ്റേ ഹെയർ കവർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് വലിയ ഫ്രിസി ആവില്ല. പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് വേറൊരു കോലമാവും. മീൻസ് കോല മാത്രമല്ല, ഒരു വ്യത്യാസം വരും. ടെക്സ്ചറിലായിക്കോട്ടെ എല്ലാത്തിലും ഒരു വ്യത്യാസം വരും. ഇത്രയും ശരിയാവുള്ളൂ. ക്രീം തയ്ക്കാൻ സമയമില്ല. ബസ് എന്നെ കാത്തിരിക്കില്ല, ഞാൻ ബസ് കാത്ത് നിൽക്കണം. ഓക്കെ ഡൺ. എനിക്കറിയില്ല, നല്ല ഹെയർ ഫോൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ഹെയർ ഫോൾ വരുമ്പോൾ ഉണ്ടാവുന്നേക്കാൾ ടെൻഷൻ വേറൊന്നുമില്ല. പെർഫ്യൂം ബോഡി കുപ്പിടിൻ്റെ ചെറി, ഇത് നല്ല ഫ്രേഗ്രൻസാണ്. പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഭയങ്കര സ്മെല്ലാണ്. പക്ഷേ ഇല്ലേ, ഇത് ഭയങ്കര വാട്ടറിയാണ് ഭയങ്കരമായിട്ട്. നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതാക്കേണ്ട ആവശ്യമില്ല, റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് താനെ സെറ്റിലാവും എന്നാണ് ഇതിൽ പറയുന്നത്. ഞാൻ അതുകൊണ്ട് റബ്ബ് ചെയ്യാറില്ല. സ്ക്രഞ്ച് വയ്ക്കാം. ടേസ്റ്റിൻ്റെ പോലും കുഴപ്പമില്ല. സ്ക്രഞ്ച് സെറ്റ് എല്ലാം സെറ്റായി. കുട്ടി എടുക്കണം, ലാപ്ടോപ്പ് ബാഗ് എടുക്കണം, പിന്നെ ഓട്ടോ ബുക്ക് ചെയ്യണം. അയ്യോ, ഞാൻ ഓട്ടോ ബുക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഡെയിലി ഡാറ്റ എക്സോസ്റ്റഡായി. ബുക്ക് ആവാനുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും ബ്രദറിനെയും എല്ലാവരും വിളിച്ച് ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എൻ്റെ ദൈവദൂതനായ എൻ്റെ സ്വന്തം സിനാട്ടൻ, എൻ്റെ കസിൻ എടുത്തു. അവൻ റീചാർജ് ചെയ്ത് തന്നു. അയ്യോ പോട്ടെ, ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇത്ര മിനിറ്റിലെത്തുമെന്ന് പറയുന്നു. 4 മിനിറ്റിലെത്തും. ഇറങ്ങി നിൽക്കാം. എല്ലാം സെറ്റ് ചെയ്തെല്ലാം. ഹുഡി, മഴക്കാലമാണല്ലോ, ഹുഡി ഇല്ലാതെ നമുക്ക് ബസ്സിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ബസ്സിലാണ് പോണേ, പറയാൻ മറന്നുപോയി. ഞാൻ സർപ്രൈസൊക്കെ വിചാരിച്ചത്, അപ്പോൾ സർപ്രൈസും പോയി. ഓക്കെ, ഓട്ടോ ചേട്ടനെ പോയി കണ്ടുപിടിക്കണം. കാണാം.
കയറിട്ടോ. ബൈ ബൈ. ഞാൻ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ തോന്നുന്നു. ഭയങ്കര മഴയാണ്, നല്ല മഴ. ഡാഡി വന്നു ഗായ്സ്, ഡാഡി വന്നു. ഞാൻ ഡാഡിൻ്റെ മൈൻഡ് ചെയ്ത മുന്നേ പോയി. ഹായ് പറയുന്ന സബ്സ്ക്രൈബേഴ്സിനോട്. മലപ്പുറത്തി മലപ്പുറത്തി കോട്ടയ്ക്കപ്പാടം. ഞാൻ പഠിച്ച സ്കൂള് അമ്പർ സ്കൂള്. ഞങ്ങൾ പഠിച്ചപ്പോൾ അങ്ങനെ തന്നെയല്ല, ഇപ്പോൾ ഒരുപാട് മാറി. എൻ്റെ 1ാം ക്ലാസ്സിലെ ബിൽഡിങ്ങാണത്. എൻ്റെ 1ാം ക്ലാസ്സിൽ എൻഡിൽ ഡേറ്ററിൽ. അമ്മ തൊഫാണേ, തൊഫ സുന്ദരനായിട്ടെങ്കിൽ സുന്ദരനായി. എന്താ സന്തോഷം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. കൊതിയാണ്. ദ ആർട്ടിസ്റ്റ് വാട്സപ്പ് മോമിയാണ്. അപ്പോൾ വൈൻഡപ്പുള്ള ടൈമായി. വന്നു, കുളിച്ചു. ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള കുളിയാണ്. നല്ല നാൽപ്പാമരത്തൊക്കെ തേച്ച് കുളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ 2 പ്രാവശ്യം കുളിക്കാൻ തോന്നും എനിക്ക്. സോ കുളിച്ചു. ഇനി ഭക്ഷണം കഴിക്കണം. ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു സൂൺ.